കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ ഈ വീഡിയോയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. അരുവിക്കര ക്രിസ്ത്യൻ കൂട്ടായ്മ എന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ പ്രഗത്ഭരായിരിക്കുന്ന ദൈവദാസന്മാരിൽ കൂടി തുടർമാനമായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗ പരമ്പരയുടെ ആദ്യ ഭാഗമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് അനവധി ദൈവദാസന്മാരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ എന്താണ് ഉണർവ് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡുകളിൽ നമുക്ക് പ്രസംഗം കേൾക്കുവാൻ കഴിയുന്നത്. ഉണർവ് എന്ന വിഷയം ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിനകത്തൊരു ഉണർവുണ്ടാകണം, ഭാരതത്തിനകത്തൊരു ഉണർവുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഇന്ന് ദൈവമക്കളായി ദൈവദാസന്മാരായിട്ടുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അനവധി മീറ്റിങ്ങുകൾ ഉണർവിന് വേണ്ടി കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത ദൈവദാസന്മാരുടെ കാഴ്ചപ്പാടുകളിൽ കേൾക്കുവാൻ കഴിയുന്ന സന്ദേശം ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് തുടർന്ന് കേൾക്കുവാൻ കഴിയും. ഉണർവ് എന്ന് പറയുന്നത് എൻ്റെ ആത്യന്തികമായിരിക്കുന്ന വിഷയം. ഉണർവ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ധാരാളം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഉറങ്ങുന്നവനോട് ഉണർന്ന് അല്ലെങ്കിൽ എഴുന്നേൽക്കുവാനാണ് പറയുന്നത്. അപ്പോൾ ഉറങ്ങുന്നവനെ നീ എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഉണർവ് എന്ന പദത്തിന് നമ്മൾ കാണുന്ന ആത്മീക കാഴ്ചപ്പാടുകളെക്കാളുപരി ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന അർത്ഥമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഉണർവ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഉറങ്ങുന്നവരാണ് ഉണരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണർവ് ആഗ്രഹിക്കുന്ന സഭ ഉറങ്ങുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഉണർവെന്ന വിഷയത്തിൽ നമുക്ക് സജീവ ചിന്തയിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു എന്ന് കണ്ടു മനസ്സിലാക്കി ഉണരുമ്പോഴാണ് ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീക പന്താവിൽ നാം നിൽക്കുമ്പോൾ ഉണർവ് നമ്മിലുണ്ടാകണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഉണർവ് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉണരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മളാണ് ഉണരേണ്ടത്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരണം. ഉണർവിൻ്റെ ചരിത്രങ്ങൾ ഇവിടെ ധാരാളം ദൈവദാസന്മാർ പ്രസ്താവിക്കുമെന്ന വിശ്വാസമുള്ളത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സമീപകാലത്ത് കേരള ചരിത്രത്തിൽ ഉണ്ടായ ചില ഉണർവുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ പെന്തക്കോസ്ത് സമൂഹം ഉണർന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു കാലഘട്ടത്തിനു ശേഷം നമുക്ക് പിന്നീട് വരുന്ന പല ഉണർവ് പ്രസ്ഥാനങ്ങളുണ്ട്. ക്യാമ്പസ് ക്രൂസൈഡ് തുടങ്ങിയ ഉണർവ് പ്രസ്ഥാനങ്ങളുണ്ട്. അതിനെല്ലാം ശേഷമായിട്ട് ഇവിടെ വന്ന ഒരു പ്രസ്ഥാനമാണ് KP യോഹന്നാൻ നയിച്ച ആത്മീയ യാത്ര എന്ന ഉണർവ് പ്രസ്ഥാനം. ധാരാളം സഭകൾ, ധാരാളം സുവിശേഷ പ്രവർത്തനങ്ങൾ, ധാരാളം മിഷൻ ഫീൽഡുകൾ ആരംഭിച്ച ഒരു ഉണർവിൻ്റെ പ്രസ്ഥാനമെന്ന് പറയുന്നത് അതാണ്. എന്നാൽ പക്ഷേയെങ്കിലും ഈ ഉണർവ് നിലനിൽക്കുകയോ കാര്യമാത്ര പ്രസിദ്ധമായിട്ട് പ്രയോജനപ്പെടുകയോ ചെയ്യാതെ പോയി. കാരണം ഈ ഉണർവിൻ്റെ പിന്നിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉണർവായിരുന്നില്ല. അഥവാ ദൈവവചനത്തിൻ്റെ മൂല്യങ്ങൾക്കും അതിൻ്റെ കൽപ്പനകൾക്കും പ്രാധാന്യത കൊടുക്കാതെ ബാഹ്യമായിട്ടുള്ള ഉണർവിലേക്ക്, ആ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് ആ പ്രസ്ഥാനം പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരുന്നത്. അവസാനം ചെന്ന് നിന്നത് ഇറങ്ങി വന്ന അന്ധകാരത്തിലേക്ക് തിരികെ പോയൊരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ഈ സമീപകാലത്ത് നമുക്കറിയാം ഏറെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ മീറ്റിങ്ങുകളായിരുന്നു സജിത് കണ്ണൂരും ജോൺ റോസൊക്കെ ചെയ്തിരുന്ന മീറ്റിങ്ങുകൾ. വലിയ ഉണർവെന്ന് പറയുന്ന ആളുകൾ ഓടിക്കൂടുന്ന വലിയ പ്രസ്ഥാനങ്ങൾ ആയി മാറ്റപ്പെടുന്നു. ഒരു പക്ഷേ ചിലർക്ക് ചിന്തിച്ചു ഇതാണ് ഉണർവ്. പക്ഷേ ആ ഉണർവും അധിക കാലമില്ലാതെ കെട്ടടങ്ങുവാനിടയായിട്ടിരുന്നു. അതൊക്കെ വ്യാജ ഉണർവുകളായിരുന്നു. വ്യാജ ഉണർവെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളോ മൂല്യങ്ങളോ മുൻനിർത്താൻ കഴിയാതെ, അല്ലെങ്കിൽ അടിസ്ഥാന ദൈവ
ദൈവസഭകളെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും മാത്രമായി മാറ്റപ്പെട്ടതുകൊണ്ട് ആ ഉണർവുകളും ഇവിടെ നിൽക്കുവാനിടയായിത്തീർന്നില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന ദൈവസഭ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കും തടഞ്ഞു വയ്ക്കുവാനോ ആർക്കും പരാജയപ്പെടുത്തുവാനോ കഴിയാത്തൊരു ഉണർവ് ഇവിടെ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ദൈവദാസന്മാർ പ്രവചിച്ചിട്ടുള്ള വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉണർവ് ഏത് വിധത്തിലായിരിക്കണം? അത് ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം. ഉണർവാകി ആഗ്രഹിക്കുന്ന സഭകൾ, ദൈവജനം നമ്മൾ ഏതിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉണർവുണ്ടാകുകയുള്ളൂ. ഉറങ്ങുന്നവനെ മരിച്ചവരിൽ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിപ്പാനിടയായിത്തീരും. ഉറങ്ങുന്നവൻ മരിച്ചവരുടെ ഇടയിൽ കിടക്കുക, ശവക്കുഴിയിലിടയിൽ കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം വിഷയത്തിൽ നമ്മൾ മരിച്ചു കിടക്കുകയാണ്, ഏതെല്ലാം വിഷയത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നു എന്ന് കണ്ടുണരുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്ക് ഒരു ഉണർവുണ്ടാകുകയുള്ളൂ. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവജനത്തിനടുക്കിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉണർവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഉണർവ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന 10,000 പേരുടെ ഉണ്ടാകുന്ന ഒരു ഉണർവാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നാം എന്ന ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഉണർവാണ്. നാം എന്ന ഒരു വ്യക്തിയിൽ ഉണർവുണ്ടാകുമ്പോൾ നമ്മുടെ സഭയ്ക്കകത്തൊരു ഉണർവുണ്ടാകും. ആ സഭയ്ക്കകത്തൊരു ഉണർവുണ്ടാകുമ്പോൾ അടുത്തുള്ള സഭകളിൽ ഉണർവുണ്ടാകും. അങ്ങനെയാണ് നാം ചിന്തിക്കുന്ന 10,000 1000 ഉൾപ്പെടുന്ന ഒരു ഉണർവിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഈ ഉണർവിൻ്റെ അടിസ്ഥാനം ഞാനും നിങ്ങളും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഉണർവ് ആഗ്രഹിക്കുന്ന ദൈവസഭ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത് ഏതിലാണെന്ന് മനസ്സിലാക്കുവാനും വിശ്വസിപ്പാനും അതിൽ നിന്ന് എഴുന്നേൽക്കുവാനും നമുക്ക് കഴിയണം. ഈ പ്രസംഗ പരമ്പരകൾ തുടർമാനമായി പല ദൈവദാസന്മാരിൽ കൂടിയും ഞാനും ഇടയ്ക്ക് ചില മെസ്സേജുകളിലൂടെയും നിങ്ങളോട് സംസാരിപ്പാനിടയായിത്തീരും. ഇത് കേൾക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. വലിയൊരു ഉണർവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.